മകളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെയും മക്കളെയും പ്രത്യേകമായി വിദ്യാർത്ഥികൾക്കും വേണ്ടി കർത്താവ് എന്തൊക്കെയോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂളൊക്കെ തുറന്ന് ക്ലാസ്സൊക്കെ തുറന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായോ? നല്ല ടീച്ചർമാരെ കിട്ടിയോ? നല്ല കൂട്ടുകാരെ കിട്ടിയോ? അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ ക്രിസ്തുവിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കാനാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ള പഠനത്തിന് ഇന്നൊരു വചനം തരാണ്. യേശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 13-ാം വാക്യം. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. എന്താ പറഞ്ഞത്? കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കുന്ന അവർ ശ്രേയസ് ആർജിക്കും, അവർക്ക് ഉന്നതി ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് മാതാപിതാക്കന്മാരും മക്കളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അച്ഛൻ പറയാൻ പോകുന്നത്. മക്കളെ മാതാപിതാക്കന്മാർ സ്നേഹിക്കുക. അപ്പോൾ എന്തുണ്ടാകും? മക്കൾ നിങ്ങളെയും സ്നേഹിക്കും. മക്കളെ ബഹുമാനിച്ചാലോ മക്കളും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കും. മക്കളെ ശ്രദ്ധിച്ചാലോ മക്കളും നിങ്ങളെയും ശ്രദ്ധിക്കും. മക്കൾക്കായി സമയം കൊടുത്താലോ മക്കളും നിങ്ങൾക്ക് വേണ്ടി സമയം തരും. മക്കൾക്ക് ദൈവത്തെ കൊടുത്താലോ മക്കൾ നിങ്ങളെ ദൈവത്തെ പോലെ ബഹുമാനിക്കും. മക്കൾക്ക് വചനം കൊടുത്താലോ വചനമാകുന്ന യേശുവിൻ്റെ സംരക്ഷണത്തിൽ കാലുവഴുതാതെ നിങ്ങളെ കാത്തു സൂക്ഷിക്കും. മക്കളെ, മാതാപിതാക്കന്മാരെ, മക്കളെ, വിതയ്ക്കാത്തത് കൊയ്യാൻ ആഗ്രഹിക്കരുത്. അല്പം വിതച്ച് കൂടുതൽ കൊയ്യാനും ആഗ്രഹിക്കരുത്. മക്കളുടെ ഹൃദയത്തിൽ നന്മയുടെ വിത്ത് വിതച്ചാൽ, വിതച്ച വിത്തുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുത്താൽ, യഥാർത്ഥമായ ദൈവവിശ്വാസം കൊടുത്താൽ, യഥാർത്ഥമായ വചനം കൊടുത്താൽ, യഥാർത്ഥമായ സ്നേഹം കൊടുത്താൽ മക്കളെ ദൈവം ഉന്നതിയിലേക്ക് ഉയർത്തും. അതുകൊണ്ട് പ്രത്യേകമായി യശസ് ആർജിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മുന്നേറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവ് പഠിപ്പിക്കുന്ന വചനങ്ങൾ കൃത്യതയോടെ പഠിക്കുക. ഇന്നത്തെ വചനം എല്ലാവർക്കും ഇഷ്ടമായോ? നന്നായി പഠിക്കണം കേട്ടോ. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ആരംഭകാല ബുദ്ധിമുട്ടുകൾ ധാരാളം അറിയുന്നതുകൊണ്ടാണ് മാതാപിതാക്കന്മാർക്കും മക്കൾക്കും വേണ്ടിയുള്ള ഈ പ്രത്യേകമായ ഓഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ വചനമാകുന്ന യേശു മക്കളുടെ മുമ്പിൽ കരം ഉയർത്തി നിൽക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.